അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച നമ്മൾ ഇഫ്തിതാഹിൻ്റെ ദുആ അഥവാ വജ്ജഹ്തു ഓതുന്നത് വരെയാണ് പറഞ്ഞു വെച്ചത്. വജ്ജഹ്തുവിന് ശേഷം അഊദ് ഓതൽ സുന്നത്തുണ്ട്. ജനാസ നിസ്കാരത്തിലടക്കം എല്ലാ നിസ്കാരത്തിലും അഊദ് ഓതൽ സുന്നത്തുണ്ട്. അത് ജഹ്രിയായ നിസ്കാരത്തിലും സിർരിയായ നിസ്കാരത്തിലും, ജഹ്രി എന്ന് പറഞ്ഞാൽ ഉറക്കം ഓതേണ്ട നിസ്കാരം, സിർരി എന്ന് പറഞ്ഞാൽ പതുക്കെ ഓതി നിസ്കരിക്കേണ്ട നിസ്കാരം. എങ്ങനെയാണെങ്കിലും അഊദ് ഓതേണ്ടത് പതുക്കെയാണ്. അത് ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതൽ, അഊദ് ഓതൽ സുന്നത്തുണ്ട്. അതുപോലെ ഫാത്തിഹയിലെ ഓരോ ആയത്തിൻ്റെ തലക്കൽ വഖഫ് ചെയ്യലും സുന്നത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടി ഓതാവുന്നതാണ്. പക്ഷേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ വഖഫ് ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെയും വഖഫ് ചെയ്യുക. അർറഹ്മാനിർ റഹീം അങ്ങനെ ഓരോ ആയത്തിൻ്റെയും തലക്കൽ വഖഫ് ചെയ്ത് ഓതലും സുന്നത്താണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ വഖഫ് ചെയ്യൽ സുന്നത്തില്ല. കാരണം അതൊരായത്തിൻ്റെ തലയോ അവിടെ വഖഫ് വാരിദായ സ്ഥലമോ അല്ല. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യേണ്ടതില്ല. പക്ഷെ അഥവാ അവിടെ വഖഫ് ചെയ്താൽ, വഖഫില്ലാത്തയിടത്ത് വഖഫ് ചെയ്താൽ അതിൻ്റെ മുന്നിന്ന് കുറച്ചെടുത്ത് ഓതൽ സുന്നത്തുണ്ട് എന്നാണ് സാധാരണ നിയമം. പക്ഷേ അൻഅംത അലൈഹിം എന്നിടത്ത് ഒരാൾ വഖഫ് ചെയ്താൽ അവിടെ തലക്കുന്ന് ഓതൽ, മടക്കി ഓതൽ സുന്നത്തില്ല. അപ്പോൾ വഖഫ് ചെയ്തു വിചാരിച്ചു വലിയ പ്രശ്നമില്ല എന്നർത്ഥം. അതുപോലെ പിന്നെ ആമീൻ ചൊല്ലൽ സുന്നത്താണ്. ഓതിയാൾക്കും ഇമാമിൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ ആമീൻ ചൊല്ലൽ മൗമൂമിങ്ങൾക്കും ഒക്കെ സുന്നത്തുണ്ട്. ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്ന മൗമൂമിങ്ങൾ ഇമാമിൻ്റെ കൂടെയാണ് ആമീൻ ചൊല്ലേണ്ടത്. ഇമാമ് ആമീൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ ആമീൻ പറയൽ സുന്നത്തുണ്ട്. ഇമാമിൻ്റെ കൂടെ ചെയ്യൽ നമുക്ക് സുന്നത്തുള്ള മറ്റൊരു കാര്യവുമില്ല എന്നാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇമാമ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ആമീൻ പറയുക എന്നത് ഇമാമ് പറയുന്നതിൻ്റെ കൂടെ ചൊല്ലലാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമുള്ളത്. ആ സമയത്ത് മലക്കുകൾ ആമീൻ ചൊല്ലുമെന്നും മലക്കുകളുടെ ആമീനോടൊപ്പം ഒരാളുടെ ആമീൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കുമെന്നും അവൻ്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളെല്ലാം പൊറുക്കുമെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആമീനൊക്കെ കഴിഞ്ഞ് പിന്നീട് ഫാത്തിഹൻ്റെ ശേഷം ഒരു ആയത്തോതൽ സുന്നത്തുണ്ട്. ഒരായത്തോതിയാൽ സുന്നത്ത് കിട്ടും. മൂന്ന് ആയത്തോതുന്നതിനേക്കാളും നല്ലത് ഒരു പൂർണ്ണ സൂറത്തോതലാണ്. ഏറ്റവും ചെറിയ സൂറത്താണെങ്കിൽ പോലും ഒരു പൂർണ്ണ സൂറത്ത്, ഒരു വലിയ സൂറത്തിൽ നിന്ന് അല്പം ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഒരു സൂറത്ത് ചെറുതാണെങ്കിലും അത് പൂർത്തിയാക്കി ഓതുന്നതാണ്. അതിനേക്കാൾ വലിയ ഒരു സൂറത്തിൽ നിന്ന് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഏതാനും ആയത്തുകളോ ഒക്കെ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഒരു ഫുൾ സൂറത്ത് ഓതലാണ്. ഈ സൂറത്ത് ഓതൽ ഇമാമിനും മുൻഫരിദിനുമാണ് അത് സുന്നത്തുള്ളത്. അതായത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും ഇമാമിനും എന്ന് പറഞ്ഞാൽ മഅ്മൂമിന് സുന്നത്തില്ല എന്നർത്ഥം. ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂമാണെങ്കിൽ അവന് സൂറത്ത് ഓതൽ ഈ സുന്നത്തില്ല, അവൻ കേൾക്കലാണ് സുന്നത്ത്. ഇനി സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, വെള്ളിയാഴ്ച ഇല്ല ജുമുഅ നിസ്കാരത്തിലും വെള്ളിയാഴ്ച രാവിൻ്റെ വെള്ളിയാഴ്ച ഇശ നിസ്കാരത്തിലും ജുമുഅ നിസ്കാരത്തിലുമൊക്കെ ജുമുഅ സൂറത്തും മുനാഫിഖൂന സൂറത്തും ഓതൽ സുന്നത്തുണ്ട്. അല്ലെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ സൂറത്തും ഹൽ അതാക ഹദീസുൽ ഗാശിയ സൂറത്തും ഈ രണ്ടാലൊന്ന് ഓതൽ സുന്നത്തുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച സുബ്ഹിക്ക് അലിഫ് ലാം മീം തൻസീലു എന്ന സജദ സൂറത്ത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ എന്ന സൂറത്തും
ഒന്നാം റക്അത്തിൽ അലിഫ് ലാം മീം തൻസീലു, രണ്ടാമത്തിൽ ഹൽ അത്താ അലൽ ഇൻസാനി അത് ഓതൽ സുന്നത്തുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച രാവിൽ മഗ്രിബിന് കാഫിറൂന സൂറത്തും ഇഖ്ലാസ് സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതൽ സുന്നത്തുണ്ട്. അതുപോലെ മുസാഫിർ യാത്രക്കാരന് ദീർഘയാത്രയാണെങ്കിലും ചെറിയ യാത്രയാണെങ്കിലും ഒക്കെ യാത്രക്കാരൻ്റെ വെള്ളിയാഴ്ച ആണെങ്കിലും അല്ലെങ്കിലുമൊക്കെ സുബഹിക്കും അല്ലാത്തതിനാണെങ്കിലുമൊക്കെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഇഖ്ലാസും ഓതൽ സുന്നത്തുണ്ട്. അവിടെ സുബഹിക്ക് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് ചില ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുസാഫിരിങ്ങളുടെ യാത്രക്കാരുടെ എല്ലാ നിസ്കാരത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ സുന്നത്തുണ്ട് എന്ന് ചില ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സുന്നത്താണ് എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും തക്ബീർ ചൊല്ലുക എന്നത്. അതിന് ഇന്ത്യക്കാലത്തിൻ്റെ തക്ബീർ എന്നാണ് പറയാം. ഒരു ഫർദിൽ നിന്ന് മറ്റൊരു ഫർദിലേക്ക് നീങ്ങുമ്പോൾ ചെല്ലുന്ന തക്ബീർ. റുക്കുവിലേക്ക് പോകുമ്പോൾ, പക്ഷേ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ എന്നല്ലല്ലോ പറയേണ്ടത്, സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ്. ബാക്കി സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും രണ്ടാം സുജൂദിലേക്ക് താഴുമ്പോഴും അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഒക്കെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക എന്നതാണ്. ആ തക്ബീറിനെ അവൻ എവിടെ നിന്നാണോ പോകുന്നത്, എവിടേക്കാണോ പോകുന്നത് അവിടെ എത്തുന്നത് വരേക്കും നീട്ടലും സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 7 അലിഫിൻ്റെ അളവിനേക്കാൾ കൂടാത്ത വിധം നീട്ടൽ സുന്നത്തുണ്ട്. അങ്ങനെ 7 അലിഫിൻ്റെ അതിനേക്കാൾ നീട്ടാൻ പാടില്ല എന്നാണ്. അഥവാ നീട്ടിയാൽ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം വരെ ബാത്തിലാകും എന്ന് ഇമാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തക്ബീറിൻ്റെ ഇമാമ് ഉറക്കെ പറയലും സുന്നത്താണ്. ഇമാം അല്ലാത്തവർ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അവനും അതുപോലെ മഅ്മൂമിങ്ങളുമൊക്കെ തക്ബീർ ഉറക്കെ ചൊല്ലൽ കറാഹത്തുമാണ്. ഇനി 5-ാമത്തെ നിസ്കാരത്തിൻ്റെ ഫർള് അത് റുക്കൂഅ് ചെയ്യലാണ്. റുക്കൂഅ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളൻകൈ മുട്ടുമ്മക്ക് എത്തുന്ന വിധത്തിൽ കുനിയലാണ് അതിൻ്റെ മിനിമം. മുതുകും അവൻ്റെ പെരടിയും സമമായി ഒരു പലക പോലെ വരുന്ന വിധത്തിൽ കുനിയലും അവൻ്റെ 2 മുൻകൈ കൊണ്ട് 2 മുട്ടുംകാലുകളെ പിടിക്കലും സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയലും ഒക്കെ റുക്കൂഇൻ്റെ സുന്നത്തുകളും അതിൻ്റെ പൂർണ്ണതയുമാണ്. 6-ാമത്തെ ഫർള് ഇഅ്തിദാൽ ചെയ്യലാണ്. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ ബിഅഉദിൻ ലിബദ്ഇൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൻ തുടങ്ങിയതിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളാകുമ്പോൾ അവൻ്റെ ഇരുത്തത്തിലേക്ക് മടങ്ങുക, റുക്കൂഅ് കഴിഞ്ഞിട്ട് ഇരുത്തത്തിലേക്ക് മടങ്ങുക. നിന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ റുക്കൂഅ് ചെയ്തിട്ട് നൃത്തത്തിലേക്ക് മടങ്ങുക. കിടന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ കിടത്തത്തിലേക്ക് അവൻ തല കൊണ്ടാങ്ങി കാണിച്ചതിന് ശേഷം എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് മടങ്ങി വരിക എന്നതാണ് ഇഅ്തിദാൽ കൊണ്ടുള്ള ഉദ്ദേശം. അവിടെ തുമൈനീനത്ത് കിട്ടണം എന്ന് റുക്കൂഇലും മറ്റെല്ലാ റുക്നുകൾക്കും ബാധകമാണ്. തുമൈനത്തോടു കൂടി ചെയ്യണം, അത് വരുന്നുണ്ട്. പിന്നെ ഉയരുമ്പോൾ, റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുകയും എഴുന്നേറ്റ് നൃത്തം പൂർത്തിയായതിനു ശേഷം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ് എന്ന് ചൊല്ലലും സുന്നത്തുണ്ട്. സുബഹി നിസ്കാരത്തിലും അതുപോലെ റമളാൻ മാസത്തിലെ അവസാനത്തെ പകുതി, ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ള വിത്ർ നിസ്കാരം, ആ വിത്ർ നിസ്കാരത്തിലും സുബഹിക്കുമൊക്കെ ഖുനൂത്ത് ഓതലും സുന്നത്തുണ്ട്. അത് ഇഅ്തിദാലിൽ ചെല്ലുന്ന ഒരു ദിക്റായത് കൊണ്ടാണ് അതിവിടെ പറയാൻ കാരണം. പിന്നെ മറ്റു വല്ല വിപത്തുകളും മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്നതോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടം വരുന്ന വിധത്തിലുള്ള ഏതെങ്കിലും നേതാവിന് എന്തെങ്കിലും അപകടം പറ്റുക, അവനെ അറസ്റ്റ് ചെയ്യുക പോലുള്ള മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ വിപത്ത് ഒന്നിച്ചു വരുമ്പോൾ അത് നീങ്ങിപ്പോകാൻ വേണ്ടിയുള്ള നാസിലത്തിൻ്റെ ഖുനൂത്ത്, അത് എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്തുള്ളതാണ്. ഈ ഖുനൂത്ത് ഇമാമ് ഉറക്കെ ചൊല്ലുകയും മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലുകയുമാണ് വേണ്ടത്. അതിൽ നിന്ന് ദുആക്ക് ആമീൻ ചൊല്ലണം.
ഇന്നക തഖ്ലി മുതലുള്ള സനാ ഇന്നക തഖ്ലി വലാ യുഖ്ല അലൈക്കും എന്നുള്ള സനാ മൗമൂമിങ്ങളും ചൊല്ലുകയാണ് വേണ്ടത്. അതുവരെയുള്ള ദുആക്ക് ആമീൻ ചൊല്ലുകയുമാണ് വേണ്ടത്. ഇമാമ് അവനെ മാത്രം ഉദ്ദേശിച്ച് ദുആ ചെയ്യൽ, അല്ലാഹുമ്മ ഹ്ദിനി എന്ന് പറഞ്ഞ് ദുആ ചെയ്യൽ കറാഹത്താണ്. അല്ലാഹുമ്മ ഹ്ദിനാ എന്ന് ഞങ്ങൾക്ക് എന്ന് പറയണം. തഖ്സീസു നഫ്സിഹി ബിദുആ, ദുആ കൊണ്ട് അവനെ മാത്രം പ്രത്യേകമാക്കുക എന്നുള്ളത് കറാഹത്താണ്. മൗമൂമിങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ, അത് വഞ്ചിക്കലാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബന അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത് വആഫിനാ ഫീമൻ ആഫൈത്ത് എന്ന് പറഞ്ഞ് ജംഇന്റെ വചനം കൊണ്ടുവരേണ്ടതാണ്. പിന്നെ 7ാമത്തെ നിസ്കാരത്തിൻ്റെ റുക്ന് 2 സുജൂദ് ചെയ്യുക എന്നതാണ്. സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന സാധനത്തുമ്പോൾ സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ സ്ത്രീകളുടെ മുഖമക്കന അത് നെറ്റിയിലേക്ക് വളരെ ഇറങ്ങി നിന്ന് നെറ്റി തീരെ നിലത്ത് സ്പർശിക്കാത്ത വിധം മുഖമക്കന നെറ്റിയിലേക്ക് ഇറങ്ങി നിന്നാൽ ആ സുജൂദ് ശരിയാവുകയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ്റെ നിസ്കരിക്കുന്ന ആളുടെ മഹ്മൂലല്ലാത്ത സുജൂദ് മർറത്തൈനി അല ഗൈരി മഹ്മൂലിൻ തഹറക്ക ബിഹർക്കത്തിഹി എന്നാണ്. അവൻ്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന, അവൻ വഹിച്ചിട്ടുള്ള ഒന്ന്, അവൻ ധരിച്ചതോ വഹിച്ചിട്ടുള്ളതായോ ഒന്നും സുജൂദ് ചെയ്താൽ ശരിയാവില്ല എന്നാണ്. അവൻ്റെ അനക്കം കൊണ്ട് അനങ്ങാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു സാരി അതിൻ്റെ ഒരു തല കൊണ്ട് തല മറച്ചു, മറ്റേ തല വിരിച്ച് അതിൽ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇളകുമ്പോൾ നിസ്കാരത്തിലെ സുജൂദിലേക്കും റുക്കോയിലേക്കും ഒക്കെ പോകുമ്പോൾ മറ്റേ തല ഇളകൂലല്ലോ. അപ്പോൾ അതിന്മേൽ സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇയാളുടെ നിസ്കരിക്കുന്ന ആളുടെ ഇളകൽ കാരണം ഇളകുന്ന ഇതാകുമ്പോൾ അവൻ ധരിച്ചതിൻ്റെയൊക്കെ തലക്കെട്ടിൻ്റെ തല അതുപോലെ മക്കന പോലത്തത് കൊണ്ടൊന്നും നെറ്റി മറഞ്ഞാൽ ആ സുജൂദ് ശരിയാവുകയില്ല. ഇനി നമ്മൾ സുജൂദ് ചെയ്തപ്പോൾ നെറ്റിമ വലത് ഒട്ടി, എന്നാൽ നമ്മൾ തല ഉയർത്തുമ്പോൾ അത് നെറ്റിമ പോകുന്നു വിചാരിച്ചാൽ ആ സുജൂദിന് കുഴപ്പമില്ല. പക്ഷേ 2ാം സുജൂദ് ചെയ്യുമ്പോൾ അതവിടെ തടസ്സമായി ഇല്ലാതിരിക്കാൻ വേണ്ടി അത് നീക്കം ചെയ്യാൻ നിർബന്ധമാണെന്ന് മാത്രം. ആദ്യത്തെ സുജൂദ് നമ്മൾ ചെയ്യുമ്പോൾ അത് നിലത്ത് കിടക്കുകയായിരുന്നു, അപ്പോൾ അതവൻ വഹിച്ചിട്ടില്ല, അതിമ സുജൂദ് ചെയ്യുകൊണ്ട് ആദ്യത്തെ സുജൂദിന് കുഴപ്പമില്ല. അത് നെറ്റിമ ഒട്ടിയാൽ എഴുന്നേറ്റ് പോകുന്ന കഴിഞ്ഞ് 2ാം സുജൂദ് ചെയ്യുമ്പോൾ അത് നീക്കിയെങ്കിലേ ആ സുജൂദ് ശരിയാവുകയുള്ളൂ. പിന്നെ തലയുടെ ഭാരം, അതാണ് കശ്ഫ് വേണം എന്ന് പറഞ്ഞുള്ളൂ. കശ്ഫിൻ എന്ന് പറഞ്ഞാൽ അതാണ്. കശ്ഫോട് കൂടി തുറന്നിട്ടുകൊണ്ട് അവൻ്റെ നെറ്റിയുടെ അല്പഭാഗം നിലത്ത് വെക്കണം. തഹാമുലിൻ എന്ന് പറഞ്ഞാൽ അമരണം, തലൻ്റെ ഭാരം സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്ന വിധം, അമർത്തല്ല, അതിൻ്റെ ഭാരം എത്തിച്ചാൽ മതി. കരുതിക്കുട്ടി ഊക്കിട്ട് അമർത്തേണ്ട ആവശ്യമില്ല. ആ തലയുടെ ഭാരം ഇങ്ങനെ നിലത്ത് ഇങ്ങനെ തൊടിയിച്ചു വെച്ചാൽ പോരാന്നർത്ഥം. തലൻ്റെ ഭാരം നിലത്ത് എത്തേണ്ടതാണ്. പിന്നെ അവൻ്റെ 2 മുട്ടുംകാല്, അവൻ്റെ 2 മുൻകൈയിൻ്റെ പള്ള, അവൻ്റെ കാൽപാദങ്ങളിലെ കാൽവിരലുകളുടെ പള്ള, ഇതൊക്കെ വക്കൽ സുന്നത്തുണ്ട്. അതുപോലെ വസുന്ന വദഉ അംഫിൻ എന്നാണ്, മൂക്ക് നിലത്ത് വെക്കുക എന്നുള്ളതും സുജൂദിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. നിലത്ത് അവൻ്റെ മൂക്ക് നിലത്ത് വെക്കൽ സുന്നത്തുണ്ട്, അത് നിർബന്ധമല്ല. അതുപോലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയാം. ഇതൊക്കെ സുജൂദിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് തുടരാം. അള്ളാഹു അവൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും പൊരുത്തം നേടുവാനും നാഫിയായ ഇൽമ് ധാരാളം വർദ്ധിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യുക, പരിശ്രമിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അള്ളാഹു ഖൈറിലും ബറക്കത്തിലും നിഅമത്തിലും റഹ്മത്തിലുമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.